വളരെ കൃത്യമായി ശങ്കുട്ടിദാസ് മറുപടി എന്താണ് അദ്ദേഹത്തിന്റെ വാദം? എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാദം? എന്താണ് എന്റെ വാദം എന്ന് പറയുന്നത്, ഈ ദ്വിരാഷ്ട്രവാദത്തിന്റെ ഉത്തരവാദികൾ മുസ്ലിം ലീഗിനെ പോലെ തന്നെ RSS അതിനകത്ത് അക്കൗണ്ടബിൾ ആണ് എന്നതാണ് എന്റെ കൃത്യമായ വാദം. കാരണം ഈ അഖണ്ഡ ഭാരതം എന്ന് നമ്മൾ പറയുമ്പോൾ സംഘപരിവാരും BJP മുന്നോട്ട് വയ്ക്കുന്ന അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത് മതാധിഷ്ഠിത രാഷ്ട്രമാണ്, മതഭാരതമാണ്. അത് തന്നെയാണ് ഇപ്പോഴും ഈ 21ാം നൂറ്റാണ്ടിലും അവർ തുടരുന്ന ഐഡിയോളജി. ഞങ്ങൾ പറയുന്ന അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത് നെഹ്റുവിന്റെ കൺസെപ്റ്റാണ്, യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങൾ. എല്ലാ കാലഘട്ടവും നമുക്കറിയാം, ആയിരക്കണക്കിന് വർഷത്തെ ഇന്ത്യൻ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഈ ബ്രിട്ടീഷ് എംപയർ ആയിക്കോട്ടെ, മുഗൾ എംപയർ ആയിക്കോട്ടെ, അതിനു മുമ്പ് ഇന്ത്യ ഭരിച്ചിരിക്കുന്ന മുഴുവൻ സാമ്രാജ്യങ്ങളായിക്കോട്ടെ, അവരെല്ലാം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ ബഹുമാനിച്ചു എന്നാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. കോൺഗ്രസിന്റെ അന്നത്തെ ഇന്നത്തെ നിലപാട് എന്ന് പറയുന്നത് ഈ വൈവിധ്യങ്ങളെ ബഹുമാനിക്കുന്നത് എന്ന് തന്നെയാണ്. പക്ഷെ അതിന് ഘടകവിരുദ്ധമാണ് RSS മുന്നോട്ട് വയ്ക്കുന്ന. നമുക്ക് ഇത്തരം അസംബന്ധങ്ങൾക്ക് മറുപടി പറയാന്ന് പറയുന്നത് പ്രയാസമാണ്. ഒരാൾ ഒരു ചർച്ചയിൽ വന്നിരുന്ന് വായത്തോന്ന് എന്തും പറയാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കേട്ടിരിക്കുക, അല്ലെങ്കിൽ പിന്നെ അത് നിലപാടുകൾ പറയാൻ വേണ്ടിയല്ലേ എന്നെ വിളിച്ചത്? എന്റെ പാർട്ടിയുടെ നിലപാടുകൾ അങ്ങ് സംസാരിക്കുമ്പോ ഞാൻ ഇടപെട്ടിട്ടില്ലല്ലേ? മാന്യമായി സംസാരിക്കേ. എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ വായി തോന്നുന്നു വർത്താനം നമുക്ക് പറയാം സാർ. അങ്ങനെ പറയാം. അങ്ങ് വലിയ ബഹുമാനപ്പെട്ട നേതാവാണ്, BJPയുടെ ബഹുമാനപ്പെട്ട നേതാവ്, അങ്ങനെ സംസാരിക്കരുത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. അങ്ങ് പറഞ്ഞു മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് അങ്ങ് പറഞ്ഞു മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് മുഹമ്മദ് അലി ജിന്നയായിരുന്നു. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത് 1915-ലാണ്. 1915 മുഹമ്മദ് അലി ജിന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലായിരുന്നോ? എന്റെ ചോദ്യത്തിന് അങ്ങ് ഉത്തരം പറയും. ഗാന്ധി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിക്ക് മുൻപേ സംസാരിക്കുന്നത് ജിന്നയാണ്. എനിക്ക് ഞാൻ വളരെ കൃത്യമായി എവിഡൻസ് ഞാൻ പറയുന്നത്. കാരണം ജിന്ന സംസാരിച്ചതിന് ശേഷമാണ് ഗാന്ധി സംസാരിച്ചു വരുന്നത്. ഞാൻ പറഞ്ഞുതരാം. 1913 മുതൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ് മുഹമ്മദ് അലി ജിന്ന. അദ്ദേഹം കോൺഗ്രസിലെ നേതാവായിരുന്നില്ല, അദ്ദേഹം മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്നു. 1916 കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ലക്നൗ പാക്ട് എന്ന് പറയുന്ന ഒരു പാക്ട് ഉണ്ടാക്കി. ആ പാക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹോം റൂൾ മൂവ്മെന്റിൽ ഒരുമിച്ച് മുന്നേറാൻ തീരുമാനിക്കുന്നത്. ഈ പാക്ടാണ് 1920 ഈ ഖിലാഫത്ത് മുന്നേറ്റം വരെ തുടരുന്നത്. ആ പാക്ടിന്റെ ഭാഗമായിട്ടാണ് ഓൾ ഇന്ത്യ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ലീഗും കോൺഗ്രസും ഒന്നിച്ച് പങ്കെടുക്കുന്നത്. ഗാന്ധിക്ക് മുന്നേ അന്ന് ജിന്ന സംസാരിച്ചു എന്നതുകൊണ്ട് കോൺഗ്രസിലെ മുതിർന്ന നേതാവ് ജിന്നയാണെന്ന് അർത്ഥമില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചരിത്രത്തുമായി യാതൊരു ബന്ധവുമില്ലാത്ത എന്തൊക്കെയോ വാദങ്ങൾ നിരത്തും. ഞാൻ വായി തോന്നുന്നത് പറഞ്ഞത് അങ്ങേക്ക് വിഷമമായെങ്കിൽ ശരി. പക്ഷെ അങ്ങ് പറഞ്ഞത് അസംബന്ധമാണ്, അടിസ്ഥാനരഹിതമാണ്, അതിന് യാതൊരു തെളിവുകളുടെയും പിന്തുണയില്ലാത്തതാണ്. അതൊന്ന്. രണ്ട്, RSS ആണ് ട്വിൻ നേഷൻ തിയറി മുന്നോട്ട് വെച്ചത് നിങ്ങൾ പറഞ്ഞു. അതായത് ദ്വിരാഷ്ട്രവാദം എന്ന് പറയുന്ന സംവിധാനത്തില് RSSന് ഉത്തരവാദിത്വം ഉണ്ട് നിങ്ങൾ പറഞ്ഞു. എന്താണ് ഈ ട്വിൻ നേഷൻ തിയറി? ഈ ട്വിൻ നേഷൻ തിയറി എന്ന് പറയുന്നത് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ആർ 2 ഡിഫറെന്റ് നേഷൻസ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 വ്യത്യസ്ത രാഷ്ട്രങ്ങളാണ്, അവർക്ക് ഒന്നിച്ച് കൊഹാബിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ആ വാദം മുന്നോട്ട് വെക്കുന്ന ആരാണ്? ആ വാദം മുന്നോട്ട് വെക്കുന്നത് മുഹമ്മദ് ഇക്ബാലാണ്. മുഹമ്മദ് ഇക്ബാൽ 1930-ലാണ് അത് മുന്നോട്ട് വെക്കുന്നത്. മുഹമ്മദ് ഇക്ബാലിന്റെ വാദം 1940 മുസ്ലിം ലീഗ് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞ മുഹമ്മദ് അലി ജിന്നയാണ് ഈ ട്വിൻ നേഷൻ തിയറിക്ക് വേണ്ടിയിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള മുന്നേറ്റം നടത്തുന്നത്. ട്വിൻ നേഷൻ തിയറി അംഗീകരിക്കാൻ വേണ്ടി 1945 ഡയറക്ട് ആക്ഷൻ ഡേ പ്രഖ്യാപിക്കുന്നത് മുസ്ലിം ലീഗാണ്. ഈ ഡയറക്ട് ആക്ഷൻ ഡേയുടെ ഭാഗമായിട്ട് എന്താ നടത്തിയത്? രാജ്യത്ത് മുഴുവൻ കലാപങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ട്വിൻ നേഷൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഡിമാൻഡ് അംഗീകരിച്ചില്ലെങ്കിൽ രാജ്യത്ത് ആഭ്യന്തര കലാപം നടത്തിയിട്ട് നിങ്ങളെ ആരെയും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് സമ്മർദ്ദത്തിലാക്കി ട്വിൻ നേഷൻ തിയറി അംഗീകരിപ്പിക്കുകയും ചെയ്ത്. അതാണ് നൗഖാലി കില്ലിങ്സ്, ഗ്രേറ്റ് കൽക്കട്ട മാസക്കർ, ദ വീക്ക് ഓഫ് ലോങ് നൈഫ്സ്, നീണ്ട കഠാരകളുടെ വാരം, ഇതെല്ലാം നടക്കുന്ന ഡയറക്ട് ആക്ഷൻ ഡേയുടെ ഭാഗമായിട്ടാ. ഈ പറയുന്ന ട്വിൻ നേഷൻ തിയറിക്ക് വേണ്ടി RSS നടത്തിയിട്ടുള്ള എന്തെങ്കിലും ഒരു മുന്നേറ്റം നിങ്ങൾ പറയൂ. RSSന്റെ വാദം എന്താ? ഈ രാഷ്ട്രം, ഈ ഭാരതം എന്ന് പറയുന്നത് പുണ്യഭൂമിയും മാതൃഭൂമിയും ദിവ്യഭൂമിയാണ്. ആ ഭൂമിയെ വിഭജിക്കാൻ സാധ്യമല്ല. വിഭജനം കഴിഞ്ഞ് 76 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും അഖണ്ഡ ഭാരതം എന്ന സ്വപ്നം വെച്ചുകൊണ്ട് വർഷം അതിന്റെ പദ്ധതികളും പരിപാടികളും സെമിനാറുകളും നടത്തുന്ന ആൾക്കാരാണ് ഞങ്ങള്. ആ ഞങ്ങളോടാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ 1947 മുമ്പ് വിഭജനത്തെ അനുകൂലിച്ചവരായിരുന്നു എന്ന്. ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് ഒരു കഷ്ണം പോലും ഒരു കാലത്തും അടർന്നു പോകാൻ അനുവദിക്കില്ലെന്നുള്ള നിലപാട് ഹൃദയത്തിന്റെ ആദർശമായിട്ട് നിലനിർത്തിയിട്ടുള്ള ആൾക്കാരാണ് RSSകാര്. ഈ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വിഭജന കാലത്ത് ഏറ്റവും വലിയ വോളണ്ടറി സർവീസ് നടത്തിയിട്ടുള്ള സംഘടനയുടെ പേരെന്താ?
നിങ്ങളുടെ നേതാക്കന്മാര് രാജ്യം തന്നെ രണ്ടായി പിളർന്നു പോയാലും എനിക്ക് പ്രധാനമന്ത്രി ആവണമെന്നുള്ള സ്വാർത്ഥതയ്ക്ക് വേണ്ടി രാജ്യത്തെ വെട്ടിമുറിക്കാൻ തയ്യാറായപ്പോ ഈ രണ്ട് കഷ്ണങ്ങളെയും ഒന്നിച്ചു ചേർത്ത് നിർത്തി അഖണ്ഡ ഭാരതം എന്ന സ്വപ്നത്തെ ഒരു നൂറ്റാണ്ടിനിപ്പുറത്തേക്കും കൊണ്ടു നടക്കുന്നവരാ ഞങ്ങളുടെ ആദർശം കൊണ്ടാണ് ഈ രാജ്യം നാളെ ഒന്നാവാൻ പോകുന്നത്. നിങ്ങളെ പോലത്തെ ആൾക്കാരത്തിനെ വീണ്ടും വീണ്ടും കഷ്ടങ്ങളാക്കി വിഭജിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ രാജ്യത്തെ ചേർത്ത് നിർത്തുന്നത് ഞങ്ങളുടെ ആദർശമാണ്, ഞങ്ങളുടെ ആശയമാണ്. എന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് വന്ന് പറയാണ് നിങ്ങൾ മുസ്ലിം ലീഗും കൂടിയിട്ടല്ലേ ട്വിൻ നേഷൻ തിയറി ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ലജ്ജയുണ്ടോ ഇത് പറയാൻ? ഇത് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ട് കാര്യമില്ല. നിങ്ങൾ ചരിത്രമല്ല നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ രാഷ്ട്രീയമാണ് പറയുന്നത്. ഇന്ത്യയിലെ മുസ്ലിം പൊളിറ്റിക്സിന്റെ ഡെവലപ്മെന്റ് എങ്ങനെ നിങ്ങൾ നോക്കൂ. ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ച് നടത്തിയിട്ടുള്ള മുന്നേറ്റമാണ് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഒന്നാം സ്വാതന്ത്ര്യ സമരം. പക്ഷേ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ഹിന്ദുക്കളും സിഖുകാരുമാണ് പ്രധാനമായിട്ട് മുന്നേറ്റം നടത്തിയതെങ്കിലും അവിടെ ചക്രവർത്തിയായിട്ട് ആരോപിച്ചത് ബഹദൂർ ഷാ സഫറിനെയാണ്. കാരണം എന്താ, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്ന മുഗൾ ഭരണമാണ്. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് മുമ്പുള്ള ആ സ്റ്റാറ്റസ് അതേപോലെ നിലനിർത്താനാണ് അവർ ഉദ്ദേശിച്ചത്. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുള്ള സ്ഥിതിയെ പുനഃസൃഷ്ടിക്കുക. അതുകൊണ്ട് ബഹദൂർ ഷാ സഫറിനെ വന്നു. അതുകൊണ്ട് എന്താ, ഇതിന്റെ സപ്രഷൻ ഉണ്ടായപ്പോൾ വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള സപ്രഷൻ മുസ്ലിം വിഭാഗത്തിന് നേരിടേണ്ടി വന്നു. അവിടെ മുസ്ലിം സമൂഹത്തെ ഒരു സംശയത്തോടുകൂടി ബ്രിട്ടീഷുകാർ കാണുന്ന സാഹചര്യം ഉണ്ടായി. ഇവരെ മുഗൾ ഭരണത്തിന്റെ തുടർച്ച സ്ഥാപിക്കാൻ ശ്രമിക്കാനുള്ള സംശയം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇവരെ ഈ പറയുന്ന സർക്കാർ സർവീസുകളിൽ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഒന്നാം സ്വാതന്ത്ര്യ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് നേരിടുന്നു വരുന്നു, ഞങ്ങളെ ബ്രിട്ടീഷുകാർ സംശയത്തോടുകൂടി കാണുന്നു എന്ന് കരുതിയിട്ട് പിന്നീട് അങ്ങോട്ട് ബ്രിട്ടീഷുകാരെ പ്രീണിപ്പിച്ച് അവരിൽ നിന്ന് കൂടുതൽ അവസരങ്ങളും സ്ഥാനങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ ഈ മുസ്ലിം പൊളിറ്റിക്കൽ ബ്ലോക്ക് എന്നൊരു ബ്ലോക്ക് ഉണ്ടാവുന്നത്. 1860 ഈ പറയുന്ന സർ സയ്യിദ് അഹമ്മദ് ഖാൻ എഴുതിയിട്ടുള്ള പുസ്തകത്തിന്റെ പേര് എന്താ അറിയോ? ലോയൽ മുഹമ്മദൻസ് ഓഫ് ഇന്ത്യ. ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും ലോയൽ ആയിട്ടുള്ള ആൾക്കാർ, ഏറ്റവും വിധേയരായിട്ടുള്ള വിശ്വസ്തരായിട്ടുള്ള ആൾക്കാർ ഞങ്ങളത് കാണിക്കാൻ വേണ്ടി എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് ലോയൽ മുഹമ്മദൻസ് ഓഫ് ഇന്ത്യ. 1875 സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ നേതൃത്വത്തിൽ അലിഗഡ് മുസ്ലിം സർവകലാശാല സ്ഥാപിച്ചത് എന്തിനാണെന്നറിയോ? മുസ്ലിങ്ങൾക്കിടയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് സംസ്കാരവും പ്രചരിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ വിശ്വാസം നേടിയെടുക്കാനും ബ്രിട്ടീഷ് സർവീസിൽ അവരുടെ പ്രാതിനിധ്യം, അവരുടെ പ്രൊപ്പോഷൻ ഉറപ്പുവരുത്താനും വേണ്ടിയിട്ടാണ്. 1905 നടന്നിട്ടുള്ള ബംഗാൾ ഡിവിഷനെ എതിർത്തിട്ടുള്ള അനുകൂലിച്ചിട്ടുള്ള ഒരേ സംഘടന ഏതാണെന്നറിയോ? ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഈ അലിഗഡ് സർവകലാശാലയിലെ ഫസ്റ്റ് ജനറേഷൻ ലീഡേഴ്സ് 1906 ഉണ്ടാക്കിയിട്ടുള്ള സംഘടനയാണ് ബംഗാൾ വിഭജനത്തെ അനുകൂലിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് 1919 വരെ ബ്രിട്ടീഷ് അനുകൂല നിലപാടാണ് ഇവർ സ്വീകരിച്ചത്. ഇവർ ബ്രിട്ടീഷുകാരോട് തെറ്റിയത് എപ്പോഴാ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്തതുകൊണ്ടല്ല, ഇന്ത്യക്കാരെ ദ്രോഹിക്കുന്നതിന്റെ പേരിലല്ല. അങ്ങ് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കിടക്കുന്ന തുർക്കിയിലെ ഖലീഫയ്ക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിൽ സ്ഥാനം പോയി എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് പെട്ടെന്ന് ബ്രിട്ടീഷുകാരുടെ വിരോധം ഉണ്ടായത്. അല്ലാണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ല. അപ്പോ ഇവിടെ അങ്ങനെയാണ് ഈ രാഷ്ട്രീയം വികസിച്ചത്. ഇത് ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് അറിയുന്നതാണ്. ഈ മുസ്ലിം പൊളിറ്റിക്സിന്റെ പ്രതികരണമായിട്ടാണ്, റിയാക്ഷൻ ആയിട്ടാണ് ഇന്ത്യയിലെ ഹിന്ദുത്വ പൊളിറ്റിക്സ് ഉടലെടുക്കുന്നത്. അല്ലാണ്ട് ഇന്ത്യയിലെ ഹിന്ദുത്വ പൊളിറ്റിക്സ് ഒരു കാലത്തും ആക്ഷണറി അല്ല, അത് ഭാവാത്മകമല്ല, അത് പ്രതികരണാത്മകമാണ്. അതിന്റെ ഓരോ ഹൈ പോയിന്റ് നിങ്ങൾ നോക്കൂ. 1906 മുസ്ലിം ലീഗ് ഉണ്ടായി, 1909 ഹിന്ദു മഹാസഭ ഉണ്ടായി, 1919 ഖിലാഫത്ത് ഉണ്ടായി, 1921 ഈ പറയുന്ന ഖിലാഫത്തിന്റെ നേതൃത്വത്തിലുള്ള കലാപങ്ങൾ ഉണ്ടായി, 1925 രാഷ്ട്രീയ സ്വയംസേവക സംഘം ഉണ്ടായി, 1947 വിഭജനം ഉണ്ടായി, 1948 ജനസംഘം ഉണ്ടായി, 1990 കശ്മീരിൽ എക്സോഡസ് ഉണ്ടായി, 1991 മറ്റേ ബാബറി മസ്ജിദ് ഡെമോളിഷൻ ഉണ്ടായി, 2002 ഗുജറാത്തിലെ ഗോദ്ര തീവെപ്പുണ്ടായി, 2002 തന്നെ ഗുജറാത്ത് കലാപം ഉണ്ടായി. നിങ്ങൾ ഏത് സന്ദർഭം എടുത്ത് നോക്കിയിട്ടുള്ളൂ? നിങ്ങൾ ഹിന്ദുത്വയെ മാത്രം വിമർശിക്കുമ്പോൾ ഹിന്ദുത്വയുടെ ഓരോ ആക്ഷനും കാരണമാകുന്ന ഒരു ഭാവാത്മകമായിട്ടുള്ള ഒരു സംഭവം അപ്പുറത്തുണ്ട് എന്നുള്ളത് നിങ്ങൾ കാണുന്നില്ല. ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ സാംസ്കാരിക ഘടനയെ നിലനിർത്താനുള്ള പരിശ്രമത്തിന്റെ പേരാണ് ഹിന്ദുത്വ. ഈ രാജ്യത്തെ വിഭജിക്കാനുള്ള ശ്രമത്തിന്റെ പേരല്ല, ഈ രാജ്യത്തെ വിഭജിക്കാനുള്ള പരിശ്രമങ്ങൾക്ക് ഞങ്ങൾ ഇടുന്ന തടയുടെ പേരാണ് ഹിന്ദുത്വ. അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ചർച്ചയിൽ എന്ത് പറഞ്ഞാലും ഇത് കേട്ടിരിക്കുന്ന ആളുകൾക്ക് സാമാന്യമായിട്ടുള്ള ചരിത്രധാരണയുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കള്ളത്തരങ്ങളെ തിരിച്ചറിയുകയും അതിനെ തുറന്നു കാണിക്കുകയും ചെയ്യും. അത്ര എനിക്ക് പറയാനുള്ളൂ. ശരി.